ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഡ്രൈ ക്യാബിനറ്റ് ഫോർ ക്യാമറാസ് ആണ്. ക്യാമറാസിന് മാത്രമല്ല നമുക്ക് ചില കെമിക്കൽസ് ഉപയോഗിക്കാനൊക്കെ സാധനം സ്റ്റോർ ചെയ്യാനൊക്കെ ഈ സാധനം ഉപയോഗിക്കും. ഞാൻ എൻ്റെ കഥ പറഞ്ഞുതരാം. ഞാൻ മുമ്പിൽ എന്താ വെച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ അത്യാവശ്യം ക്യാമറ അക്സസറീസും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ മൾട്ടിപ്പിൾ ലെൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചു വയ്ക്കാൻ മറക്കണ്ട. നമ്മളൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ഡ്രൈ ക്യാബിനറ്റ് പറഞ്ഞുതരാം. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ആമസോണിൽ ഇത് സ്പോൺസർഷിപ്പോ പ്രൊമോഷനോ സംഭവമൊന്നുമല്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു തന്നെയാണ് ആമസോണിൽ 35 ലിറ്ററിൻ്റെ ഒരു ഡിജിടെക്കിൻ്റെ ഒരു ഡ്രൈ ക്യാബിനറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ആക്ച്വലി 2 മിറർലെസ് ക്യാമറാസും ഒരു 3 ആക്ഷൻ ക്യാമറാസും വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ DJIൻ്റെ പോക്കറ്റ് 3ലാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് പറയാം കേട്ടോ. നമ്മൾ ജസ്റ്റ് റൂം ഇൻഡോറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ഇതിൽ 1 ഇഞ്ച് സെൻസർ. റീസെൻ്റ്ലി ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കാൻ മറക്കണം കേട്ടോ. കിടിലൻ ഒരു നമ്മുടെ മിറർലെസ് ക്യാമറാസിൻ്റെ അത്രയ്ക്കും മിറർലെസ് ക്യാമറാസിനെ കാട്ടൊന്നും ഞാൻ പറയില്ല. മിറർലെസ് ക്യാമറാസിൻ്റെ ഓൾമോസ്റ്റ് ഒരു നമ്മുടെ ഫോൺ ക്യാമറാസിനായിട്ടൊക്കെ ബെറ്ററാണ് കേട്ടോ. നല്ല ക്വാളിറ്റി വരുന്നുണ്ട് ഈ സാധനത്തിന്. പ്രത്യേകിച്ച് ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ സാധനം നോക്കുന്നുണ്ടെങ്കിൽ 49,000 രൂപയ്ക്കാണ് നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് എഡിഷനാണെങ്കിൽ. നിങ്ങൾ ക്രിയേറ്റർ കോംബോ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 69,000 ഒക്കെ ആവും, ഓൾമോസ്റ്റ് 70,000 രൂപയാവും. അപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ സാധനം മറക്കണ്ട, ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം. ഇപ്പോൾ ആക്ച്വലി ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയും ഈ സാധനം കിട്ടാൻ ഭയങ്കര പാടാണ്. എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ എൻ്റെ സോണിയുടെ ZV-E10 ഉപയോഗിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ 2 കൊല്ലം ആയിട്ടുണ്ട്, ജസ്റ്റ് വാറണ്ടി കഴിഞ്ഞുള്ളൂ. പിന്നെ ഞാൻ കാനോണിൻ്റെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് സോണി ZV-E10 ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് പണി മുടക്കി. എന്ന് വെച്ചാൽ അതിലേക്ക് ഫംഗസും അതുപോലെ തന്നെ നമ്മുടെ ഡസ്റ്റും കാണാനൊക്കെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സാധനത്തിൻ്റെ റെക്കോർഡിംഗ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആക്ച്വലി സോണിയുടെ സർവീസ് സെൻ്ററിൽ പോയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ചെറുതായിട്ട് ഫംഗസും ഡസ്റ്റൊക്കെ നല്ലോണം കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ലെൻസിൻ്റെ സൈഡിലേക്കൊക്കെ. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൽ 2 ലെൻസും ഉണ്ട് എക്സ്ട്രാ. പിന്നെ നമുക്ക് ഈ അക്സസറീസും അതുപോലെ തന്നെ മൈക്ക്, പിന്നെ നമ്മുടെ ആക്ഷൻ ക്യാമറാസും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എൻ്റെ ഞാൻ മുമ്പ് ഹിനീസോ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു 20 ലിറ്ററിൻ്റെ ആണ്ട് ഞാൻ ഇതുപോലെ ഡ്രൈ ക്യാബിനറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഈ സാധനം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് പറ്റില്ല. അത് എന്താ വെച്ചാൽ എനിക്ക് ശരിക്കും ഞാനിപ്പോൾ വാങ്ങിക്കുന്നത് 35 ലിറ്ററിൻ്റെ ഡിജിടെക്കിൻ്റെയാണ്. 5,600 രൂപയാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത്. ഇനീസോൻ്റെ ആ ചെറിയ സാധനത്തിൻ്റെ 6,000 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഡിജിടെക്കിൻ്റെ ആയിരിക്കും. ഡിജിടെക്കിൻ്റെ നിങ്ങൾക്കൊരു 50 ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ട്, 10,000-11,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നല്ല സാധനം കേട്ടോ. ഞാൻ എന്തായാലും അതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റൊക്കെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ റീചാർജബിൾ ലൈറ്റ്, LED ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ആക്ച്വലി എനിക്കിപ്പോൾ ചെറുതായിട്ട് ഇത് രണ്ടും വലുത് വാങ്ങിച്ചാലോ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കറക്റ്റ് ഫിറ്റാണ് ഇപ്പോൾ വരുന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സംഭവം വരുന്നത് ഡിജിടെക്കിൻ്റെ. അപ്പോൾ ഇതിൽ മുകളിൽ എൻ്റെ വാച്ച് ബോക്സ് കളക്ഷനാണത്. അപ്പോൾ വാച്ചിൻ്റെ സംഭവമായിരിക്കും നിങ്ങൾക്ക് പുറത്തിരിക്കുന്നത് കണ്ടായിരിക്കും. ഓൾറെഡി നമ്മുടെ G-Shockൻ്റെ ഒരു വാച്ച് ഇരിക്കുന്നുണ്ട്. എൻ്റെ മെജോറിറ്റി കാസിയോൻ്റെ വാച്ചുകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിടെക്കിൻ്റെ നമ്മുടെ 35 ലിറ്ററിൻ്റെ ഡ്രൈ ക്യാബിനറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഹ്യൂമിഡിറ്റി 48 ടെമ്പറേച്ചറിലാക്കി വെച്ചേക്കാണ് ഞാൻ. ടെമ്പറേച്ചർ വരുന്നത് 27 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 2 ഇതിൽ ഇത് ആക്ച്വലി ബാറ്ററി പവർഡാണ് കേട്ടോ. ബാറ്ററി ആണെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കണം. ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ പോലെ തന്നെ തുറന്ന് കാണിക്കാം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ പോലെ തന്നെ നമുക്കൊരു ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഹ്യൂമിഡിറ്റി വരുന്നുണ്ട്. അല്ലാത്ത സമയത്ത് തന്നെ ഇപ്പോൾ ഞാനിത് കുറച്ച് നേരം തുറന്ന് വെച്ചാൽ തന്നെ ഹ്യൂമിഡിറ്റി കയറി പോകും. 80% ഒക്കെ ഹ്യൂമിഡിറ്റി വരുന്നുണ്ട്. അപ്പോൾ 80% പറഞ്ഞാൽ സുഖമായിട്ട് മോൾഡും ഫംഗസും ഒക്കെ നമ്മുടെ ഇതിലേക്കൊക്കെ സുഖമായിട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതിന് ആക്ച്വലി ഒരു വയർ വരുന്നുണ്ട് ഇവിടെ. ഞാൻ എൻ്റെ സൈഡിൽ കാണിച്ചു തരാം. ഇതിലൊരു വയർ വരുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് നമ്മൾ കണക്ട് തരണം. 10 വാട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ വലിയ കറണ്ട് വരില്ല. പിന്നെ തന്നെ ഇത് നമ്മുടെ വോളായിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ വേണമെങ്കിൽ സാധനം വെക്കാൻ. എന്താ വെച്ചാൽ ഇതിൽ കൂടെ അവർക്ക് എയർ ഔട്ട്പുട്ട് സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ലിക്വിഡ് ഐറ്റംസും സാധനമൊന്നും വെക്കാൻ പാടില്ലെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അത് മെയിൻ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഇതിൻ്റെ 35 ലിറ്ററിൻ്റെ ആമസോണിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് കേട്ടോ. അത്യാവശ്യം പെട്ടെന്ന് തന്നെ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് നിങ്ങളുടെ 2 ക്യാമറ പ്ലസ് അക്സസറീസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും 35 ലിറ്ററിൻ്റെ മുകളിൽ വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞില്ല, എൻ്റെ ഓൾമോസ്റ്റ് കൺജസ്റ്റഡാണ്. ഇപ്പോൾ ഞാനിത് ഇവിടെ എൻ്റെ ഇപ്പോൾ ഒരു ക്യാമറ പുറത്താണ്, എന്നിട്ട് പോലും ആ സാധനത്തിൽ ഓൾമോസ്റ്റ് ഒരു 80-90% ഫുള്ളാണ്. അപ്പോൾ എൻ്റെ ഫുൾ അക്സസറീസിൽ ഇപ്പോൾ കൊള്ളുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതെന്തായാലും എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ 50 ലിറ്ററിൻ്റെ വാങ്ങിച്ചാൽ മതിയായിരുന്നു. അതായത് 3 ഡെസ്ക് ഉള്ളത്, 3 ടയർ മോഡുള്ളത്. ഇതായപ്പോൾ 2 അല്ലേ, അതിൻ്റെ 3 വീട്ടിൽ കിട്ടും 50 ലിറ്റർ എന്ന് പറയുമ്പോൾ കേട്ടോ. പ്രൈസ് ആകുമ്പോൾ ഇതിന് ഓൾമോസ്റ്റ് ഒരു 5,200, 6,600 അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
മറ്റേ ഇപ്പോൾ 50 ലിറ്ററിൻ്റെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സും കൂടുതൽ കിട്ടുന്നുണ്ട്. 50 ലിറ്റർ ആകുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് 11 സംതിങ്. പക്ഷേ അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കാണാനൊക്കെ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10,000 രൂപയ്ക്ക് കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നിങ്ങളുടെ അക്സസറീസും ലെൻസുകളൊക്കെ മൾട്ടിപ്പിൾ ലെൻസസ് ഉണ്ടെങ്കിൽ എന്തായാലും ആ സാധനമായിരിക്കും നല്ലത് കേട്ടോ. അത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിടെക്കിൻ്റെ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്ക് 2 ഡേ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നു. അവർ നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ചില്ലും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ട് എന്താ ചെയ്ത് ഈ സാധനം ഇതിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് അടഞ്ഞു പോകുന്ന ടൈപ്പാണ്. പിന്നെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 കീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, 2 കീസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെച്ച് പോകണമെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ച് പോകാം, നമ്മുടെ ലോക്കർ പോലെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സാധനം നിങ്ങളൊരു ക്യാമറ ഉണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചു വയ്ക്കുകയായിരിക്കും നല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഫംഗസും സംഭവമൊക്കെ ഒന്നും നല്ല ചിലവുണ്ട്. ഓൾമോസ്റ്റ് 5000 രൂപയ്ക്ക് വാങ്ങിക്കും. ഈ സാധനത്തിൻ്റെ പ്രൈസ് വരും. ഇത് ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും അത് ഫംഗസ് പിടിക്കും. ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങളൊരു ക്യാമറ അക്സസറീസും ലെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ സാധനം വാങ്ങിച്ചു വയ്ക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിൽ നമ്മുടെ 3ാമത്തെ ചാനൽ ഈ സാധനത്തിൻ്റെ ഓൾറെഡി ഒരു ക്യുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത്. അപ്പോൾ തന്നെ കുറേ കമൻസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു, ഏതാ മോഡൽ എന്നൊക്കെ ചോദിച്ചിട്ട്. അതാണ് ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.